നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഇനി പൊതുപരീക്ഷകൾക്ക് വേണ്ടി കുട്ടികൾ പഠിക്കേണ്ട ആവശ്യമില്ല. കേവലം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യവും ഉത്തരവുമെല്ലാം ക്രമനമ്പർ പോലും മാറാതെ വിദ്യാർത്ഥികളുടെ കയ്യിലെത്തും. ഒരുപാട് ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ ഒട്ടുമേ പഠിക്കാത്ത കുട്ടികൾക്ക് കൂടുതൽ മാർക്കും കിട്ടും. 100% സാക്ഷരത അവകാശപ്പെടുന്ന വിദ്യാകേരളത്തിൽ സംഭവിച്ച നെറികേടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യൂട്യൂബ് വഴിയുള്ള ഈ വിദ്യാഭ്യാസ പരീക്ഷ അട്ടിമറി നടത്തുന്നത് വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരും വകുപ്പിൽ നിന്ന് വിരമിച്ചവരുമാണ്. 2017 മുതൽ തുടങ്ങിയതാണ് ഈ വിദ്യാഭ്യാസ കച്ചവടം. 7 വർഷങ്ങളായി തുടരുന്ന ഈ ക്രൂരത കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയിൽ വെളിപ്പെട്ടതാണ്. ചോദ്യോത്തരങ്ങൾ യൂട്യൂബ് വഴി പുറത്തുവിട്ട ചാനലിനും അതിൻ്റെ ഉടമയ്ക്കുമെതിരെ കോഴിക്കോട് വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകി. ഇത്തവണത്തെ ഓണപ്പരീക്ഷയിൽ ചോദ്യങ്ങൾ യൂട്യൂബ് ചാനലിൽ വന്നതിൻ്റെ ചിത്രങ്ങൾ സഹിതം താമരശ്ശേരി DEO റിപ്പോർട്ട് നൽകി. പക്ഷേ ഈ വിദ്യാഭ്യാസ ബിസിനസ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ മുതലാളിക്കുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ, പണം, സ്വാധീനം, അതിനൊക്കെ മുകളിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ യാതൊരു അന്വേഷണവും ഉണ്ടായില്ല, നടപടികളൊന്നും ഇല്ലേയില്ല. ആരോപണം നേരത്തെ ഉണ്ടായ ശേഷവും താൻ നൽകുന്ന കൈക്കൂലിത്തുകയ്ക്കും തൻ്റെ ഉന്നത രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കും മുകളിൽ ആരും തന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നുറപ്പുള്ള ചാനലുടമ വീണ്ടും വീണ്ടും പുത്തൻ വീഡിയോകൾ പുറത്തിറക്കിക്കൊണ്ടേയിരിക്കുന്നു. യൂട്യൂബിൽ ഈ ചാനൽ കാണുന്നത് ലക്ഷക്കണക്കിന് പേരാണ്. പുസ്തകത്തിൻ്റെ പേജുകൾ പോലും മറിച്ചു നോക്കാൻ താല്പര്യപ്പെടാത്ത തങ്ങളുടെ മക്കളെ വലിയ മാർക്ക് വാങ്ങി വിജയിപ്പിക്കുവാൻ അവരുടെ മാതാപിതാക്കളും ഈ കുറുക്ക് വഴി തിരഞ്ഞെടുക്കുന്നു. പാരൽ കോളേജുകൾക്ക് ഇതൊരു ചാകര കൂടിയാണ്. സ്ഥാപനത്തിൻ്റെ വിജയശതമാനം ഉയർത്തി കൂടുതൽ കുട്ടികളെ തങ്ങളുടെ വിദ്യാഭ്യാസ വ്യവസായ സ്ഥാപനത്തിലേക്ക് എത്തിക്കുവാൻ ഇതിലും വലിയ വഴി വേറെ ഇല്ല തന്നെ. ട്യൂഷൻ പഠിപ്പിക്കുവാൻ അധ്യാപകർ ആവശ്യമില്ല. കുട്ടികൾക്ക് ചാനൽ ലിങ്ക് അയക്കുന്നതോടെ ആ പണിയും കഴിഞ്ഞു. കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ് വർഷങ്ങളായി പരീക്ഷാ ചോദ്യപേപ്പറുകൾ ഉത്തരസഹിതം ചോർന്നുകൊണ്ടേയിരിക്കുന്നത്. 99.9% വിജയമെന്നൊക്കെ വീമ്പിളക്കിയിരുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വിജയ രഹസ്യത്തിൻ്റെ പിന്നിൽ ഇത്തരം ചതിയാണുള്ളത് എന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ മലയാളി കുട്ടികൾ ഇനി നാണം കെട്ട് തല താഴ്ത്തേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മാത്രമല്ല, എവിടെയും വലിയ നിലവാരമുണ്ടായിരുന്ന നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് വാല്യൂ കുറയുകയും ഇതൊക്കെയും ഇനി പലയിടങ്ങളിലും പുനഃപരിശോധിക്കുകയും ചെയ്യുന്ന ഒരു അപകടത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. യൂട്യൂബ് ചാനൽ വിവാദമായതോടെ ഈ സ്ഥാപനം അടച്ച് ഉടമ മുങ്ങി. ചാനലിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് DDE പറയുന്നു. കേവലം ഒരു ഷട്ടർ താഴ്ത്തിയത് കൊണ്ട് മാത്രം അവസാനിപ്പിക്കേണ്ടതാണോ വിദ്യാഭ്യാസ കേരളത്തിന് നേരെയുള്ള ഈ കൊടും ചതി? ഇച്ഛാശക്തിയും കർമ്മശേഷിയും സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത ചങ്കുറപ്പുള്ള ഉദ്യോഗസ്ഥരടങ്ങുന്ന അന്വേഷണ സംഘത്തിനെ ഉടൻ രൂപീകരിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ അടിത്തറയെ തകർക്കാൻ ശ്രമിച്ച ഈ ചാനൽ മുതലാളിയെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തടവിലടയ്ക്കുകയും ഈ വഞ്ചനയ്ക്ക് കൂട്ടുനിന്ന വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിട്ട് നിയമ നടപടികൾ സ്വീകരിച്ചും ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന പേരിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന മറ്റു ചാനലുകളെ കണ്ടെത്തി കടുത്ത ശിക്ഷകൾ നൽകിയും നഷ്ടമായ മലയാള ദേശത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സംസ്കാരം വീണ്ടെടുക്കണമെന്ന് ചാനൽ 91 ന്യൂസ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറിനോട് ഉൾപ്പെടെയുള്ള അധികാരികളോട് അവകാശത്തോടെ ആവശ്യപ്പെടുകയാണ്.